ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ സദയം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി ബെൽ ഐക്കൺ അമർത്തുക. ഇഷ്ടപ്പെട്ടവർ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്യുക. കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സദയം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. 2024 ജൂലൈ മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ഒരു മാസക്കാലത്തെ സമ്പൂർണ്ണ മാസഫലം ആണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. 1199 മിഥുനം 17 മുതൽ കർക്കിടകം 16 അവസാനിക്കുന്ന ഒരു മാസക്കാലം ആദിത്യൻ മിഥുനം കർക്കിടകം രാശികളിലായി തിരുവാതിര, പുണർദം, പൂയം, ഞാറ്റുവേലകളിൽ സഞ്ചരിക്കുന്നു. ജൂലൈ 1-ാം തീയതി ചന്ദ്രൻ അശ്വതി നക്ഷത്രത്തിൽ തുടങ്ങി ഒരു ഭ്രമണപഥം പൂർത്തിയാക്കി ജൂലൈ 31-ാം തീയതി രോഹിണി നക്ഷത്രത്തിൽ എത്തുന്നു. ജൂലൈ 12-ാം തീയതി ചൊവ്വ മേടത്തിൽ നിന്നും ഇടവൻ രാശിയിലേക്കും, ജൂലൈ 6-ന് ശുക്രൻ മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്കും, ജൂലൈ 19-ന് ബുധൻ കർക്കിടകത്തിൽ നിന്നും ചിങ്ങത്തിലേക്കും സംക്രമിക്കുന്നു. വ്യാഴം ഇടവത്തിലും, കേതു കന്നിയിലും, ശനി കുംഭത്തിലും, രാഹു മീനത്തിലും തുടരുന്നു. 2024 ജൂലൈ മാസം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ ഏറെ അനുകൂലമായ ഫലങ്ങളാകും ലഭിക്കുന്നത്. സുഹൃത്തുക്കളുടെ ഇടയിലും സഹപ്രവർത്തകരുടെ ഇടയിലും സ്വാധീനം വർദ്ധിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതാണ്. ദൗത്യങ്ങൾ ഭംഗിയായി പൂർത്തീകരിക്കാനാവും. 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴം സാമ്പത്തിക ക്ലേശങ്ങൾ ഒഴിവാക്കും. വാക്കുകൾ ആകർഷണീയമാകും. സംഭാഷണം ആധികാരികമാകും. സമൂഹത്തിൽ ബഹുമാന്യത വർദ്ധിക്കും. പല കാര്യങ്ങളിലും കുടുംബത്തിൻ്റെ പിന്തുണ ലഭിക്കും. ഉപരിപഠന കാര്യത്തിൽ പ്രതിസന്ധികളെ മറികടക്കും. ആഗ്രഹിച്ച വിഷയങ്ങളിൽ പ്രവേശനം ലഭിക്കും. തൊഴിൽ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല. ജൂലൈ 12-ാം തീയതി ജന്മരാശിയിൽ നിന്നും ചൊവ്വ മാറുന്നത് കൂടുതൽ ഗുണകരമാകും. ചിട്ടിയിലും ലോട്ടറിയിലും ലാഭം പ്രതീക്ഷിക്കാം. ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൂടുതൽ ഗ്രഹങ്ങൾ അനുകൂല സ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ ഗുണാനുഭവങ്ങൾ വർദ്ധിക്കും. പ്രയത്നങ്ങൾക്ക് അർഹമായ പ്രതിഫലം ലഭിക്കും. പൊതുവേദിയിലെ നിലപാടുകൾ മറ്റുള്ളവർക്ക് സ്വീകാര്യമാകും. സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നവർക്ക് അർഹതയ്ക്കനുസരിച്ച് അവ ലഭിക്കും. വീട് പുതുക്കി പണിയുകയോ മോടി പിടിപ്പിക്കുകയോ ചെയ്യും. സാമ്പത്തിക ഭാവം അനുകൂലമാകും. ബിസിനസ്സിൽ ലാഭം വർദ്ധിക്കുന്നതാണ്. അവിവാഹിതരുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും. പഴയ ചില ഉപകരണങ്ങൾ നല്ല വിലയ്ക്ക് വിൽപ്പന നടത്തും. ചീട്ടയിലും ലോട്ടറിയിലും ഭാഗ്യദേവത കടാക്ഷിക്കും. പ്രണയികൾക്ക് ആഹ്ലാദിക്കാനുള്ള അവസരങ്ങൾ സംജാതമാകുന്നതാണ്. ജൂലൈ ആദ്യവാരം പല കാര്യങ്ങളിലും നല്ല ശ്രദ്ധ വേണം. വൈകാരികമായി സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നത് ഒഴിവാക്കണം. വീഴ്ചയ്ക്കോ പരിക്കിനോ സാധ്യതയുണ്ട്. കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തൊഴിൽ രംഗം മെച്ചപ്പെടും. പാരമ്പര്യ തൊഴിലുകൾ ചെയ്യുന്നവർക്ക് വളർച്ചയുടെ പാതയിലാവും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുവാൻ അവസരം അനുകൂലമല്ല. മേടക്കൂറുകാരായ കാർത്തിക നാളുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയും, ഇടവക്കൂറുകാരായ കാർത്തിക നാളുകാർക്ക് മാസത്തിൻ്റെ 2-ാം പകുതിയും ഏറെ ഗുണകരമാണ്. ജൂലൈ 8 മുതൽ ചൊവ്വ കാർത്തിക നാളിൽ സഞ്ചരിക്കുന്നത് ക്ലേശകരമായ ചില സാഹചര്യങ്ങളെ സൃഷ്ടിച്ചേക്കാം. ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട്. ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങൾ അനുകൂലമാണ്. സ്വതന്ത്രമായി തീരുമാനങ്ങൾ എടുക്കാൻ സാധിക്കുന്നതാണ്. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് ദുരാരോപണങ്ങളെ നേരിടേണ്ടി വരും. പ്രണയികൾക്ക് വൈഷമ്യങ്ങൾ ഉണ്ടാകാം. പല കാര്യങ്ങളിലും അനാവശ്യമായ തിടുക്കം മനക്ലേശത്തിന് ഇടവരുത്താം. രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 10, 12, 1, 2 എന്നീ ഭാവങ്ങളിലെ അനുകൂലമല്ലാത്ത ഗ്രഹസഞ്ചാരങ്ങൾ പലതരം സമ്മർദ്ദങ്ങൾക്ക് വഴിയൊരുക്കും. ചെലവുകൾ വരവിനേക്കാൾ അധികമായേക്കും. സുഹൃത്തുക്കൾ വാഗ്ദാനങ്ങൾ പാലിക്കാത്തത് ചില വിഷമങ്ങൾക്ക് കാരണമാകും. അനാവശ്യ വിവാദങ്ങളുടെ പുറകെ പോകേണ്ടി വരും. മാർക്കറ്റിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ലക്ഷ്യം നേടാൻ കൂടുതൽ അധ്വാനിക്കേണ്ടി വരും.
സ്വകാര്യ സ്ഥാപനത്തിൽ സേവനമനുഷ്ഠിക്കുന്നവർക്ക് പല പ്രതിസന്ധികളെയും നേരിടേണ്ടി വരാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് അവസരം ലഭിക്കുന്നത് അന്യനാട്ടിൽ ആയിരിക്കും. വാഹനങ്ങൾ ഉപയോഗിക്കുന്നവർ ജാഗ്രത പാലിക്കണം. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ പിരിമുറുക്കങ്ങൾക്ക് അയവുണ്ടാകും. കാര്യങ്ങൾ കുറേയൊക്കെ അനുകൂലമായേക്കും. മകയിരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആദിത്യനും ഗുരുവും കുജനും സഞ്ചരിക്കുന്നത് അത്ര അനുകൂല ഭാവത്തിൽ അല്ലാത്തതിനാൽ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കാൻ കാലം അനുകൂലമല്ല. പ്രത്യേകിച്ച് വലിയ മുതൽ മുടക്കുകൾക്ക് ഒട്ടും ഉചിതമല്ല. സുലഭങ്ങൾ ആയിട്ടുള്ളവയും ചിലപ്പോൾ ദുർലഭങ്ങൾ ആയേക്കും. ബിസിനസ് യാത്രകൾ പതിവിലും കൂടുതൽ വേണ്ടിവരും. നാട്ടിലേക്ക് മടങ്ങാൻ ആഗ്രഹിക്കുന്ന അന്യനാട്ടിലുള്ളവർക്ക് പ്രതീക്ഷിച്ച സമയത്ത് മടങ്ങാൻ കഴിഞ്ഞു എന്ന് വരില്ല. ഇഷ്ടമല്ലാത്ത സ്ഥലത്തേക്ക് ഉദ്യോഗസ്ഥർക്ക് സ്ഥലം മാറ്റത്തിന് സാധ്യതയുണ്ട്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അന്യദിക്കുകളെ ആശ്രയിക്കേണ്ടി വന്നേക്കാം. മാസത്തിൻ്റെ രണ്ടാം പകുതി കൂടുതൽ മെച്ചപ്പെടുന്നതായിരിക്കും. ചെറുകിട സംരംഭകർക്ക് വായ്പ ലഭിക്കുന്നതാണ്. തടസ്സങ്ങൾ അവസാനിച്ച് കാര്യങ്ങൾ സുഗമമാകും. ബന്ധങ്ങൾക്ക് ദൃഢത കൈവരും. തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളിലും കൂടുതൽ അധ്വാനം വേണ്ടിവരും. ശാരീരിക ക്ലേശങ്ങൾക്കും സാധ്യതയുണ്ട്. സാമ്പത്തിക വിഷയത്തിൽ അശ്രദ്ധ മൂലം കഷ്ടനഷ്ടങ്ങൾ സംഭവിച്ചേക്കാം. സ്വകാര്യ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് അനിശ്ചിതത്വവും സമ്മർദ്ദങ്ങളും ഉണ്ടായേക്കും. മാസത്തിൻ്റെ ആദ്യ പകുതിയിൽ വ്യക്തിജീവിതത്തിലും ഒരു സ്വൈര്യക്കുറവ് അനുഭവപ്പെട്ടേക്കാം. ക്രമേണ കാര്യങ്ങൾ അനുകൂലമാകുന്നതാണ്. ഇൻഷുറൻസ്, ചിട്ടി, ഊഹക്കച്ചവടം, ലോട്ടറി ഇവയിൽ നിന്നും ധനാഗമം പ്രതീക്ഷിക്കാം. പ്രണയികൾക്ക് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകും. ദാമ്പത്യത്തിലും അനുരഞ്ജനത്തിൻ്റെ അന്തരീക്ഷം സംജാതമാകും. ഉദ്യോഗസ്ഥർക്ക് ചില ആശയക്കുഴപ്പങ്ങൾക്ക് സാധ്യതയുണ്ട്. പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പദവിയിൽ ഉയർച്ച പ്രതീക്ഷിച്ചിരുന്നവർക്ക് കാര്യങ്ങൾ ആശാവഹമല്ല. തീരുമാനങ്ങൾ നീണ്ടുപോകുന്നത് ആശയക്കുഴപ്പങ്ങൾക്ക് കാരണമാകും. പുതിയ സംരംഭങ്ങൾക്ക് ഉചിതമായ സമയമല്ല. അനുബന്ധ ജോലികളിൽ നിന്നും ആദായം വർദ്ധിക്കും. ഏജൻസി കമ്മീഷൻ ഏർപ്പാടുകൾ ലാഭകരമാകും. വിദേശത്ത് പഠനത്തിനോ തൊഴിലിനോ ശ്രമിക്കുന്നവർക്ക് അതിനുള്ള സാഹചര്യം സംജാതമാകും. ഔദ്യോഗിക രംഗത്ത് പ്രവൃത്തി സമയം വർദ്ധിക്കും. രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് എതിർപ്പുകളെ നേരിടേണ്ടി വരും. സഹോദര ഗുണം ലഭിക്കും. ശുക്രൻ്റെ സ്വാധീനത്താൽ കലാമത്സരങ്ങളിൽ വിജയിക്കും. കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഉത്തരവാദിത്തങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ ഉത്സാഹം കുറയും. കടം വാങ്ങിയ തുക മടക്കി കൊടുക്കാൻ സമ്മർദ്ദങ്ങൾ ഉണ്ടാകും. തീരുമാനങ്ങളിലെ ആലോചനക്കുറവ് ചില വൈഷമ്യങ്ങൾ സൃഷ്ടിക്കും. ഉദ്യോഗത്തിനായുള്ള ശ്രമങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടും. സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതികളും ആനുകൂല്യങ്ങളും വേണ്ട സമയത്ത് ലഭിക്കില്ല. സ്ഥാനക്കയറ്റം പ്രതീക്ഷിച്ചവർക്ക് തൽക്കാലം നിരാശപ്പെടേണ്ടി വന്നേക്കാം. സംഘടനാ പ്രവർത്തനങ്ങളുടെ തിരക്കിൽ ഗാർഹിക കാര്യത്തിൽ ശ്രദ്ധ കുറയും. ഭൂമി വിൽപ്പനയിൽ നിന്ന് സാമ്പത്തിക നേട്ടം ഉണ്ടാകും. പഴയ ശത്രുക്കൾ മിത്രങ്ങളാകും. കുടുംബത്തിലെ വയോജനങ്ങളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം. ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗം അല്പം മന്ദഗതിയിലാകും. ജോലി സംബന്ധിച്ച് ദൂരയാത്രകൾ വേണ്ടിവരും. സഹപ്രവർത്തകരുടെ സഹകരണം കുറയുന്നതായി തോന്നും. കൂട്ടു ബിസിനസ്സിൽ പുതിയ പങ്കാളിയെ ചേർക്കും. കോടതി വ്യവഹാരങ്ങളിൽ വിധി അനുകൂലമാകും. കാർഷിക വൃത്തിയോട് ആഭിമുഖ്യം കൂടും. പങ്കാളിയുടെ സഹകരണത്തോടെ ഗാർഹിക ആവശ്യങ്ങൾക്കുള്ള പച്ചക്കറിയും മറ്റും കൃഷി ചെയ്യാൻ ആരംഭിക്കും. സമൂഹ മാധ്യമങ്ങളിലെ അഭിപ്രായങ്ങൾ വിമർശിക്കപ്പെടും. ബന്ധുക്കളുടെ ആവശ്യങ്ങൾക്ക് കൂടുതൽ പരിഗണന കൊടുക്കും. കുടുംബത്തോടൊപ്പം തീർത്ഥാടനത്തിന് അവസരം ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് ദൂരദിക്കുകളെ ആശ്രയിക്കേണ്ടി വരും. മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൂടുതൽ നേട്ടങ്ങളോടെയാകും മാസത്തിൻ്റെ തുടക്കം. മത്സരങ്ങളിലും അഭിമുഖങ്ങളിലും വിജയിക്കും. കിട്ടാക്കടങ്ങൾ തിരികെ ലഭിക്കും. സ്ത്രീകളുടെയും സുഹൃത്തുക്കളുടെയും പിന്തുണ ഉണ്ടാകും. പിതൃസ്വത്തിൽ നിന്നും ന്യായമായ വിഹിതം ലഭിക്കും. തർക്കങ്ങളിൽ മധ്യസ്ഥത വഹിക്കും. ഉദ്യോഗസ്ഥർക്ക് സ്ഥാനക്കയറ്റമോ അധികാരമുള്ള ചുമതലകളോ ലഭിക്കും. സസ്പെൻഷനിൽ കഴിയുന്നവർക്ക് വീണ്ടും ജോലിയിൽ പ്രവേശിക്കാനാവും. ശമ്പള ബാക്കിയോ
കുടിശ്ശികയോ ലഭിക്കാം. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ നേരിടാം. കാര്യങ്ങൾ അത്ര സുഗമം ആയിരിക്കില്ല. ബിസിനസ് രംഗത്ത് ലാഭം കുറഞ്ഞേക്കും. വ്യക്തിപരവും തൊഴിൽപരവുമായ യാത്രകൾ വേണ്ടിവരും. ആരോഗ്യ പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട്. പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായ ശുക്രന് കഴിഞ്ഞ 2 മാസമായി തുടരുന്ന മൗഢ്യം അവസാനിക്കുന്നത് ഗുണകരമാകും. സ്വതസിദ്ധമായ കഴിവുകളും പ്രായോഗിക ബുദ്ധിയും കാര്യസാധ്യം എളുപ്പമാക്കും. അർഹതയ്ക്കനുസരിച്ച് വരുമാനം വർദ്ധിക്കും. തൊഴിൽ തേടുന്നവർക്ക് അന്വേഷണം സഫലമാകും. കലാകാരന്മാർക്ക് കൂടുതൽ അവസരങ്ങൾ വന്നെത്തും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും. ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ വാങ്ങുന്നതാണ്. ബിസിനസ് രംഗത്ത് നവീകരണം ഫലം കണ്ടു തുടങ്ങും. ഉപഭോക്താക്കളുടെ ആവശ്യമറിഞ്ഞ് പ്രവർത്തിക്കുന്നതാണ്. മാസം അവസാനം ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട്. സംഘടനകളിൽ അഭിപ്രായ ഭിന്നത രൂപം കൊണ്ടേക്കാം. ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ വളരെ അനുകൂലമാണ്. കന്നിക്കൂറുകാർക്ക് മാസം മുഴുവനായും ചിങ്ങക്കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയും കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. കർമ്മരംഗത്തെ തടസ്സങ്ങൾ നീങ്ങും. ഗ്രഹാന്തരീക്ഷം സമാധാനപരമാകും. ഭോഗസുഖം പ്രതീക്ഷിക്കാം. പുതിയ വാഹനം വാങ്ങുവാനുള്ള തീരുമാനം നടപ്പിലാകും. വിവാഹാലോചനകൾ വേഗത്തിലാകും. പ്രണയങ്ങൾ വിവാഹത്തിൽ കലാശിക്കും. കലാകാരന്മാർക്ക് കഴിവുകൾക്കനുസരിച്ച് പുതിയ വേദികളും അവസരങ്ങളും വന്നെത്തുന്നതാണ്. ഉന്നതാധികാരികളുടെ പ്രീതി നേടും. മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന സ്ഥാനക്കയറ്റം ലഭിച്ചേക്കാം. പുതിയ പങ്കാളികളെ ചേർത്ത് ബിസിനസ് വിപുലീകരിക്കാൻ ശ്രമിക്കും. ചിങ്ങക്കൂറുകാർക്ക് വാഹനയാത്രയിലും സാമ്പത്തിക ഇടപാടിലും നല്ല ജാഗ്രത വേണം. അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 4 കൂടുതൽ ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഗുണാനുഭവങ്ങൾ കൂടും. എതിർപ്പുകളെ തിരിച്ചറിയാനും സമയോചിതമായി പ്രതിരോധിക്കാനും കഴിയും. കർമ്മരംഗത്തെ പ്രഭാവം തുടരും. ബിസിനസ്സിലെ മാന്ദ്യം നീങ്ങി പുരോഗതി ദൃശ്യമാകും. കുടുംബത്തിൻ്റെ ആവശ്യം അറിഞ്ഞ് പ്രവർത്തിക്കും. സാങ്കേതിക ജ്ഞാനം ആർജിക്കും. പൊതുപ്രവർത്തന രംഗം ഊർജ്ജസ്വലതയോടെ മുന്നോട്ടു പോകും. ഗൃഹനിർമ്മാണത്തിലെ തടസ്സങ്ങൾ പരിഹരിക്കാൻ കഴിയും. വിദ്യാഭ്യാസ വായ്പ പ്രയോജനപ്പെടുത്തും. ഉദ്യോഗസ്ഥർക്ക് പുതിയ ആശയങ്ങൾക്ക് മേലധികാരികളുടെ പിന്തുണയുണ്ടാകും. തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിക്കും. കഫജന്യ രോഗങ്ങൾക്കും സാധ്യതയുണ്ട്. ചിത്തിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് സാമാന്യം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ലാഘവ ബുദ്ധിയോടെ കാര്യങ്ങളെ സമീപിക്കുന്നത് ഗുണകരമാവില്ല. ദാമ്പത്യത്തിലെ അവസരങ്ങൾ അവസാനിച്ചേക്കും. പരുക്കൻ ഭാഷയും വൈകാരിക പ്രതികരണങ്ങളും ശത്രുക്കളെ സൃഷ്ടിക്കാനിടയുണ്ട്. ബുധൻ അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ മധ്യസ്ഥ ശ്രമങ്ങൾ ഗുണകരമാകും. സാഹിത്യകാരന്മാർക്ക് മുടങ്ങിപ്പോയ സൃഷ്ടികൾ പൂർത്തിയാക്കാൻ കഴിയും. അകന്നുനിന്ന ബന്ധുക്കളുടെ സഹകരണം വീണ്ടും ലഭിക്കും. വിദേശത്തുള്ള ബന്ധുക്കളുടെ സഹായം പ്രതീക്ഷിക്കാം. സന്താനങ്ങളുടെ വിവാഹത്തിനുള്ള തയ്യാറെടുപ്പുകൾ വേഗത്തിലാക്കും. ഉദ്യോഗത്തിൽ അർഹമായ പരിഗണന ലഭിക്കുന്നില്ല എന്ന തോന്നൽ ഉണ്ടാകും. തൽക്കാലം പരാതിയും പരിഭവവും പരിഹരിക്കപ്പെട്ടു എന്ന് വന്നേക്കില്ല. ചോതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ജൂലൈ 2ാം പകുതിയിൽ ആദിത്യൻ 10ാം ഭാവത്തിലേക്ക് വരുന്നതോടെ കാര്യങ്ങൾ കൂടുതൽ മെച്ചപ്പെടും. രാശിനാഥനായ ശുക്രൻ്റെ മൗഢ്യം തീരുന്നതിനാൽ കൂടുതൽ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. ആത്മവിശ്വാസം വർദ്ധിക്കും. മുടങ്ങിപ്പോയ ദൗത്യങ്ങൾ പുനരാരംഭിക്കാൻ കഴിയും. കലാരംഗത്ത് പരിശീലനം നേടുവാനും കലാസിദ്ധികൾ പ്രദർശിപ്പിക്കുവാനും അവസരം ലഭിക്കും. പ്രണയികൾക്ക് ഹൃദയബന്ധം സുദൃഢമാകും. വിവാഹ കാര്യത്തിൽ തീരുമാനമാകും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ഉണ്ടാകും. കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഏകാഗ്രത പുലർത്താനാവും. 8ാം ഭാവത്തിൽ ചൊവ്വ സഞ്ചരിക്കുന്നതിനാൽ അഗ്നിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ കൂടുതൽ ജാഗ്രത വേണം. വാഹന ഉപയോഗത്തിലും ശ്രദ്ധ വേണം. വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആലസ്യം കർമ്മരംഗത്തും ബാധിച്ചേക്കാം. വ്യക്തിജീവിതത്തിലും സമ്മർദ്ദങ്ങൾ കൂടും. പല കാര്യങ്ങളും പിന്നീടാകട്ടെ എന്ന് കരുതി മാറ്റിവെക്കും. എന്തു ചെയ്യണം, എവിടെ തുടങ്ങണം എന്നറിയാതെ വിഷമിക്കും. ഉപജാപങ്ങളെ ചെറുക്കാൻ പാടുപെടും. പ്രശ്നങ്ങൾ ആരോടും തുറന്നു പറയാതെ സ്വയം ഉള്ളിലൊതുക്കും. ജൂലൈ 2ാം പകുതി മുതൽ സ്ഥിതിഗതികളിൽ മാറ്റം വന്നു തുടങ്ങും. ധനപരമായി ആശ്വാസം ലഭിച്ചേക്കും.
ഇൻഷുറൻസ്, ലോട്ടറി, ഊഹക്കച്ചവടം ഇവ ഗുണകരമാകും. സുഹൃത്തുക്കളുമായി ഒത്തുചേരാൻ കഴിയും. കുടുംബസമേതം തീർത്ഥാടനത്തിന് സാധ്യതയുണ്ട്. പാരിതോഷികങ്ങളും ലഭിച്ചേക്കാം. അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് 10ാം ഭാവാധിപനായ ആദിത്യൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ഗുണാനുഭവങ്ങൾ അകന്നു നിൽക്കുന്നതായി തോന്നും. മാനസികമായ ഒരു സുഖക്കുറവ് അനുഭവപ്പെടും. ശാരീരികമായ ക്ലേശത്തിനും സാധ്യതയുണ്ട്. ലക്ഷ്യം നേടാൻ കൂടുതൽ പരിശ്രമം വേണ്ടിവരും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ശ്രദ്ധ കുറയും. തൊഴിൽ തേടുന്നവർക്ക് കാത്തിരിക്കേണ്ടി വരും. വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് തടസ്സങ്ങളുണ്ടാകും. ഉദ്യോഗസ്ഥർക്ക് മേലധികാരികളുടെ പ്രീതി നഷ്ടപ്പെടുന്നതായി തോന്നും. പല കാര്യങ്ങളിലും കുടുംബാംഗങ്ങളുടെ പിന്തുണ കരുത്തു പകരും. വരവിൽ കൂടുതൽ ചെലവുണ്ടാകും. പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിന് സമയം അനുകൂലമല്ല. കരാറ് പണികൾ ലാഭകരമാകുന്നതാണ്. ഏജൻസി ഏർപ്പാടുകളിലും ലാഭം പ്രതീക്ഷിക്കാം. തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാമ്പത്തികമായി ഏറെ മെച്ചം പറയാനാവില്ലാത്ത കാലമാണ്. അത്യാവശ്യ ചെലവുകൾക്ക് മുടക്കം വരില്ല. നിയമനം കാത്തിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിയമനം ലഭിക്കാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. ചെറിയ വരുമാന മാർഗങ്ങൾ തുറന്നു കിട്ടും. കടബാധ്യതകൾ പരിഹരിക്കാനുള്ള ശ്രമം ഫലം കാണില്ല. പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള ഉദ്യമവുമായി മുന്നോട്ടു പോകാൻ കഴിയുന്നതാണ്. ബിസിനസ്സിൻ്റെ വിപുലീകരണത്തിന് കാലം ഉചിതമല്ല. കുടുംബകാര്യങ്ങൾ ഭംഗിയായി നടക്കും. ചൊവ്വ 7ലേക്ക് വരുന്നതിനാൽ ദാമ്പത്യത്തിൽ ചില അവസരങ്ങൾ ഉടലെടുത്തേക്കാം. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മുന്നേറാൻ സാധിക്കും. പരീക്ഷകളിലും അഭിമുഖങ്ങളിലും വിജയിക്കുന്നതാണ്. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് ജൂലൈ മാസത്തിൽ പ്രതീക്ഷിക്കാവുന്നത്. സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാർക്ക് പ്രതീക്ഷിച്ച നേട്ടങ്ങളൊന്നും ലഭിച്ചേക്കില്ല. കൂട്ടുകച്ചവടത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കാം. വീട് വിട്ടു നിൽക്കുന്നവർക്ക് തിരികെയുള്ള മടക്കം എളുപ്പമാകില്ല. സഹായ വാഗ്ദാനം ചെയ്തവർ നിസ്സഹായത അറിയിച്ചേക്കും. ഇൻഷുറൻസ്, ലോൺ, ചിട്ടി, ലോട്ടറി എന്നിവയിലൂടെ ചെറുനേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. മാസത്തിൻ്റെ 2ാം പകുതിയിൽ നേട്ടങ്ങൾ കണ്ടു തുടങ്ങും. വ്യവഹാരങ്ങളിൽ വിധി അനുകൂലമാകും. ഭൂമിയുടെ ക്രയവിക്രയങ്ങളിൽ ലാഭം ഉണ്ടാകും. ലക്ഷ്യബോധത്തോടെ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ക്രമേണ നേട്ടങ്ങൾ കൈവരിക്കാൻ സാധിക്കും. പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഗ്രഹിച്ച കാര്യങ്ങൾ സഫലമാകുവാൻ കാലതാമസം ഉണ്ടാകും. എന്നാൽ സാധാരണ കാര്യങ്ങൾ ഒരുവിധം ഭംഗിയായി തന്നെ നടന്നു കിട്ടും. തൊഴിൽ മേഖലയിൽ ഉത്തരവാദിത്വങ്ങൾ വർദ്ധിക്കും. സഹപ്രവർത്തകരുടെ സഹകരണം വേണ്ടത്ര ലഭിച്ചു എന്ന് വരില്ല. ശത്രുക്കളെയും ഉപജാപങ്ങളെയും തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ കഴിയും. കൂടുതൽ യാത്രകൾ വേണ്ടിവരും. കൃഷിക്കാർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഉദ്ദേശിച്ച വില കിട്ടി എന്നു വരില്ല. തൊഴിലിൽ അസംതൃപ്തി ഉളവായേക്കും. എന്നാൽ നിലവിലെ തൊഴിൽ ഉപേക്ഷിക്കുന്നത് അത്ര ഗുണമായേക്കില്ല. സാങ്കേതിക ജ്ഞാനം ആർജിക്കുവാൻ സമയം കണ്ടെത്തും. സൗഹൃദങ്ങൾ കൊണ്ട് ഗുണമുണ്ടാകും. വീട് വിറ്റ് മറ്റൊന്ന് വാങ്ങുവാൻ ആലോചിക്കും. ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരക്കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതി ആയിരിക്കും കൂടുതൽ ഗുണം ലഭിക്കുന്നത്. പുതിയ തൊഴിലവസരങ്ങൾ തേടിയെത്തും. നിലവിലെ തൊഴിലിൽ സമാധാനവും സംതൃപ്തിയും ലഭിക്കും. അടുക്കും ചിട്ടയോടും കൃത്യനിർവഹണങ്ങൾ സാധ്യമാകും. ഗ്രഹാന്തരീക്ഷം സമാധാനപൂർണമാകും. അഭിപ്രായ ഐക്യം ദൃശ്യമാകും. ലോണുകൾ അടച്ചു തീർക്കാൻ കഴിയും. സാമ്പത്തിക ഞെരുക്കത്തിന് അയവുണ്ടാകും. തീർത്ഥാടനത്തിന് അവസരം ലഭിക്കും. വിദ്യാർത്ഥികൾക്കും അനുകൂലമായ അന്തരീക്ഷം ആയിരിക്കും. ധനുക്കൂറുകാർക്ക് കാര്യങ്ങൾ സാധ്യമാകുന്നത് അവസാന നിമിഷം ആയിരിക്കും. അനാവശ്യമായി ഉത്കണ്ഠകൾ അലട്ടിയേക്കും. ആരോഗ്യ പ്രശ്നത്തിനും സാധ്യതയുണ്ട്. തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഗ്രഹങ്ങൾ സഫലമാകും. പുതിയ അനുഭവങ്ങൾ ജീവിതത്തിലും തൊഴിലിലും പ്രാവർത്തികമാക്കും. മറ്റുള്ളവരെ ആശ്രയിക്കാതെ കാര്യങ്ങൾ നിറവേറപ്പെടും. സ്വന്തം ശ്രമങ്ങളിൽ സംതൃപ്തി ഉണ്ടാകും. പാരിതോഷികങ്ങൾ ലഭിക്കും.
പ്രണയികൾക്ക് സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും. സന്താനങ്ങളുടെ വിവാഹകാര്യത്തിൽ തീരുമാനമാകും. തൊഴിൽ തേടുന്നവർക്ക് സന്തോഷവാർത്ത വന്നെത്തും. എഴുത്തുകാർക്ക് ഭാവന ഉണരും. കലാപ്രവർത്തകർക്ക് അവസരങ്ങൾ ലഭിക്കും. ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം ഉണ്ടാകും. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ അലച്ചിൽ അനുഭവപ്പെട്ടേക്കാം. അധിക ചെലവുകൾക്കും സാധ്യതയുണ്ട്. ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ അലട്ടി എന്ന് വന്നേക്കാം. അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മകരക്കൂറുകാർക്ക് മാസത്തിൻ്റെ ആദ്യ പകുതിയും കുംഭക്കൂറുകാർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതിയും ആയിരിക്കും മികച്ച ഫലം ലഭിക്കുന്നത്. പുതിയ തൊഴിലവസരങ്ങൾ തുറന്നു കിട്ടും. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം ആകും. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ പരാജയപ്പെടുത്താൻ കഴിയും. പൊതുപ്രവർത്തകർക്ക് ജനകീയ പിന്തുണ വർദ്ധിക്കും. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കുള്ള ലോൺ ലഭ്യമാകും. പ്രശ്നങ്ങളെക്കുറിച്ചും അതിൻ്റെ പരിഹാരങ്ങളെക്കുറിച്ചും സ്വയം വിശകലനം നടത്തും. ശനി, രാഹു എന്നിവയുടെ സ്വാധീനം മൂലം ചിന്തകൾ വളഞ്ഞ വഴിയിലൂടെയും ആകാം. ആരോഗ്യപരമായി കൂടുതൽ ശ്രദ്ധ വേണ്ട അവസരമാണ്. ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചിന്തകൾ മനസ്സിനെ സ്വാധീനിച്ചേക്കും. കൃത്യമായ ഒരു പ്രവർത്തന രീതി ആയിരിക്കില്ല. അതുകൊണ്ട് പ്രവൃത്തികളിൽ കാലതാമസം നേരിടും. പ്രയോജനരഹിതവും അലക്ഷ്യവുമായ യാത്രകൾ ഉണ്ടാകാം. എന്നാൽ ബന്ധുക്കളുടെ പൂർണ്ണ പിന്തുണ ലഭിക്കുന്നതാണ്. പുതിയ തൊഴിൽ തേടുന്നവർക്ക് കാര്യങ്ങൾ ഗുണകരമാകും. നിലവിലുള്ള ജോലി ഉപേക്ഷിക്കുന്നത് ആശാവഹമല്ല. മാസത്തിൻ്റെ രണ്ടാം പകുതിയിൽ കാര്യങ്ങൾ അനുകൂലമായേക്കും. ഭൂമി വിൽക്കാൻ ശ്രമിക്കുന്നവർക്ക് കാര്യം സാധ്യമാകും. സാമ്പത്തിക സമ്മർദ്ദങ്ങളിൽ നിന്നും രക്ഷ നേടാൻ കഴിയും. സാമൂഹ്യമായ അംഗീകാരവും ആദരവും ലഭിക്കുന്നതാണ്. ഗ്രഹത്തിലെ പ്രായമായവരുടെ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധ വേണം. പൂരൂരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ശനി കുംഭത്തിൽ പൂരൂരുട്ടാതി നക്ഷത്രത്തിലും രാഹു, ചൊവ്വ, ആദിത്യൻ എന്നീ ഗ്രഹങ്ങൾ പ്രതികൂല ഭാവങ്ങളിലും സഞ്ചരിക്കുന്നതിനാൽ സമ്മർദ്ദങ്ങൾ കൂടും. രാഷ്ട്രീയ സാമൂഹ്യ രംഗത്തുള്ളവർക്ക് നിശിതമായ വിമർശനങ്ങളെ നേരിടേണ്ടി വരും. പരീക്ഷകളിലും അഭിമുഖങ്ങളിലും കടുത്ത മത്സരങ്ങൾ ആയിരിക്കും. സമാധാനം പുലരാൻ ആവശ്യമായ നീക്കങ്ങൾ കൈക്കൊള്ളും. പാരമ്പര്യമായി തുടർന്നു വരുന്ന വ്യാപാര വ്യവസായങ്ങളിൽ ഒരു മന്ദീഭവിപ്പ് അനുഭവപ്പെട്ടേക്കും. ജൂലൈ രണ്ടാം പകുതി മുതൽ സ്വാഭാവിക നേട്ടങ്ങൾ ലഭിച്ചു തുടങ്ങും. സാമ്പത്തിക ക്ലേശങ്ങൾക്ക് അയവ് അനുഭവപ്പെടും. സ്വതന്ത്രമായ നിലപാടുകൾക്ക് അംഗീകാരം ലഭിക്കും. ഏകോപനം പ്രശംസ ആർജിക്കും. ഉത്രട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ അറിയാനും ഉൾക്കൊള്ളാനും ശ്രമം നടത്തും. വ്യക്തമായ സാമൂഹ്യ വീക്ഷണം പുലർത്തും. ആകാംക്ഷയും ജിജ്ഞാസയും ഒപ്പം ഉണ്ടാകും. ബന്ധങ്ങളുടെ ദൃഢതയും ഊഷ്മളതയും നിലനിർത്താൻ കഴിയും. പ്രൊഫഷണലുകൾക്ക് എതിർപ്പുകളെ നേരിടേണ്ടി വരും. പാപഗ്രഹങ്ങൾ പ്രതികൂല സ്ഥാനങ്ങളിൽ സഞ്ചരിക്കുന്നതിനാൽ നേട്ടങ്ങൾ ആർജിക്കാൻ കാലതാമസം നേരിടും. ക്ഷമ പരീക്ഷിക്കപ്പെടുന്നതായി തോന്നും. ചൊവ്വ മൂന്നാം ഭാവത്തിലേക്ക് മാറുന്നതോടെ ആത്മബലം വർദ്ധിക്കും. അയൽക്കാരുമായുള്ള അതിര തർക്കങ്ങൾക്ക് പരിഹാരമാകും. വസ്തുവിൽപ്പനയിലെ തടസ്സങ്ങൾ നീങ്ങും. സഹോദരങ്ങളുടെ പിന്തുണ ലഭിക്കും. ആഡംബര വസ്തുക്കൾ പാരിതോഷികമായി ലഭിച്ചേക്കാം. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് അന്യദേശങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നതാണ്. രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളിലും ഒരു സന്നിഗ്ധാവസ്ഥ അനുഭവപ്പെടും. മറ്റുള്ളവരുടെ ഉപദേശം സ്വീകാര്യമായി തോന്നില്ല. തൊഴിൽ മേഖലയിൽ അർഹതയില്ലാത്തവർ അധികാര സ്ഥാനങ്ങളിലേക്ക് ഉയർത്തപ്പെടുന്നത് മനോവിഷമത്തിന് കാരണമായേക്കും. യോഗ, ധ്യാനം എന്നിവയിൽ താൽപ്പര്യം ഉണ്ടാകും. പഴയ കടബാധ്യത ഇപ്പോൾ മനക്ലേശത്തിന് കാരണമാകും. സുഹൃത്തുക്കളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കും. തൊഴിൽ തേടുന്നവർക്ക് സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിച്ചേക്കാം. കുടുംബസ്വത്തിൻ്റെ വിഹിതം സംബന്ധിച്ച തർക്കങ്ങൾക്ക് സാധ്യതയുണ്ട്. മാസം അവസാനത്തോടെ രാഹു രേവതിയിൽ നിന്ന് മാറുന്നതോടെ കാര്യങ്ങൾ ഗുണകരമാകും. ഉന്മേഷം അനുഭവപ്പെടും. കർമ്മരംഗത്തും അഭിവൃദ്ധിയും ഗുണവും ഉണ്ടാകും.
ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്കോരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി. തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും.